യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എല്ലാവർക്കും ഈ വൈകുന്നേര സമയം സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്മസ് ഈവനിങ് നമുക്ക് കൂടി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകി തന്നല്ലോ. ദൈവത്തിന് നന്ദി പറയുകയാണ്. I greet you all in the matchless name of our Lord and Savior Jesus Christ. I thank the Lord for this wonderful opportunity He is giving us. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ക്രിസ്മസ് ദിവസങ്ങളെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. We know that this is the time that we celebrate the birth of Jesus Christ. True Light Fellowship and Churchൻ്റെ ഈ ഇവൻറ്റിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും താല്പര്യത്തിനും വിശേഷാൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. I thank each one of you who are present here today, and I thank you for the eagerness that you've shown to be here today. ഈ പട്ടണത്തിൽ ദൈവം നൽകിത്തരുന്ന അവസരങ്ങൾ കർത്താവിനെ ഉയർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിത്തരുന്ന ഈ നല്ല അവസരത്തിന് നന്ദി പറയുകയാണ്. Let's thank God for the wonderful opportunities that the Lord is giving us to worship the Lord and to exalt His name in this city. നല്ല വെതർ ദൈവം നമുക്ക് നൽകി തന്നെങ്കിലും ഈ നല്ല സമയത്ത് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെ നാം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവിന് നമ്മുടെ ഹൃദയം തുറന്ന് നന്ദി അർപ്പിക്കാനും നാം കടപ്പെട്ടവരാണ്. And God, the Lord has given us a good weather, and we are here today to thank the Lord for all the blessings that He has given us and for the birth of Jesus Christ. നന്ദി പറയാൻ നാം കടപ്പെട്ടവരാണെന്ന് പറയുവാനുള്ള റീസൺ എന്തെന്ന് ചോദിച്ചാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജാതനായി തീരുവാൻ ഇടയായി. And the reason why we are meant to thank the Lord is because the Lord Jesus was born 2000 years before for us. അതാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. And that is the greatest message of Christmas. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അനേക പ്രവചനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുണ്ടായിരുന്നു. And before the birth of Jesus Christ, we know that there were several prophecies about the birth of Jesus Christ. ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് എല്ലാവരും വളരെ താല്പര്യത്തോടെ കാത്തിരുന്ന സമയങ്ങളായിരുന്നു. And it was a time when people were waiting for the birth of this person. എന്നാൽ ചിലർ പറഞ്ഞു അത് അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല. But some people claim that it will not happen. യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ അത് പ്രൂവ് ചെയ്തു താൻ ഈ ഭൂമിയിൽ ഭൂജാതനായി എന്നുള്ളത്. And once he was born, that claims were no more, and it was proved that he will live in this world. ചരിത്രത്തിൽ പോലും അത് മറക്കാനാവാത്ത മാറ്റാനാവാത്ത ഒരു സംഭവമായി മാറുവാനിടയായി. And it has great prominence even in the history. AD എന്നും BC എന്നും രണ്ടായി തിരിക്കത്തക്ക രീതിയിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ ഈ ലോകം ഏറ്റെടുപ്പാനിടയായി. And we accept the birth of Jesus Christ and we divide it as AD and BC. നമ്മുടെ തന്നെ ബർത്ത് ഡേറ്റിനോടുള്ള ബന്ധത്തിൽ നാം ചേർത്തെഴുതുന്നത് അത് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളത്. And just along with our birth date, we also remember the fact that Lord Jesus Christ was born for us. അങ്ങനെ ഒരു ബിഗസ്റ്റ് ഇവന്റ് നടന്നതുകൊണ്ട് ചരിത്രത്തെ മാറ്റിമറിക്കുവാൻ അത് മുഖാന്തരം ഇടയായി. And because of such a great event that happened in the world, that changed the history of the world. എന്നാൽ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ മറ്റൊരു സംഭവത്തെ കൂടെ നിങ്ങളുടെ മുമ്പാകെ വരച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. But as we celebrate Christmas today, I would like to bring another incident that is of great prominence to us. യേശു കർത്താവ് ഭൂമിയിൽ ജാതനായി തന്റെ ആദ്യത്തെ വരവ് ക്രിസ്മസ് ഡേ ആയി, ക്രിസ്മസ് സെലിബ്രേഷൻ ആയി നാം കൊണ്ടാടുമ്പോൾ തന്നെ, and as we celebrate the birth of Jesus as the day of Christmas, മറ്റൊരു സംഭവം കൂടെ സംഭവിപ്പാനായി പോവുകയാണ്. there is also one more thing that will happen soon. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവും കൂടെ സംഭവിപ്പാൻ സമയമായിരിക്കുന്നു. And that is the time of the second coming of Lord Jesus Christ. എനിക്കറിയത്തില്ല നിങ്ങൾ ഏതെല്ലാം പ്രശ്നത്തിലൂടെ, പ്രയാസത്തിലൂടെ, പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്കറിയത്തില്ലെങ്കിലും, I do not know what are the trials and tribulations you are going through today. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു സന്ദേശം പറയുവാനായിട്ടുണ്ട്. But there is one message I would like to tell you. ഒരു നല്ല സുവാർത്ത, ഗുഡ് ന്യൂസ് നിങ്ങളോട് അറിയിപ്പാനായി. And there is a good news that I want to remind you today. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജാതനായതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു തന്റെ മക്കളെ ചേർപ്പാൻ വേഗം വരാൻ പോകുന്നു എന്ന ഒരു ഗുഡ് ന്യൂസും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. And just as we believe that Jesus was born 2000 years ago for us, he will also come back again, and that is the good news that I want to proclaim today. ചില നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ ജനനവും വരവും അതും
ആമൻ കർത്താവ് ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെ വരവ്, സെക്കൻഡ് കമ്മിങ് എന്ന വിഷയത്തെയും കൂടെ താരതമ്യം ചെയ്ത് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ I would താല്പര്യപ്പെടുകയാണ്. like to take the next couple of minutes to explain the birth of Jesus Christ and the second coming of Jesus Christ. വചനം പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഒരു ബ്ലെസ്സഡ് ഹോപ്പ് എന്ന് തന്നെയാണ് തിരുവചനം And the പഠിപ്പിക്കുന്നത്. scripture teaches that it is a blessed hope for us, that is the second coming of Jesus നാം അത് Christ. പറയുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ചരിത്രവും അതിലേക്ക് തന്നെ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. And even the events around us and all the things that is happening around us is leading us to that situation. യേശുക്രിസ്താവ് സ്വർഗത്തിലേക്ക് തന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം കടന്നു പോകുന്നതിന് മുമ്പായി തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുവാനായിട്ടിടയായി. And Jesus Christ, before he died and he was crucified and he resurrected, there is one thing that he told the disciples. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. John chapter 14 verses 2 and 3 states that in my Father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you, and if I go and prepare a place for you, I will come again and receive you to myself, that where I am, there you may be also. അതാണ് ഏറ്റവും നല്ല ബ്ലെസ്സഡ് ഹോപ്പ് എന്ന് ഞാൻ പറയുവാനായിട്ടിടയായി. And I would like to state that is the blessed hope that we have. അങ്ങനെ ഒരു വാഗ്ദത്തം യേശു കർത്താവ് തന്നിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് താൻ സ്വർഗ്ഗത്തിലേക്ക് കയറി പോകുവാനിടയായി. And it is that blessed hope that the Lord has given us before he left this world. തിരുവചനം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളെക്കാൾ കൂടുതലാണ് ആമേൻ യേശു കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്ന് And പറയുന്നത്. when we see the scripture, we see that there are more prophecies about his second coming rather than the prophecies of his birth. അതുകൊണ്ട് ഈ ക്രിസ്മസ് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുന്നത് യേശു കർത്താവിന്റെ ജനനവും യേശു കർത്താവിന്റെ രണ്ടാം വരവിനെയും കുറിച്ച് താരതമ്യം ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. And so today, as we celebrate the day of Christmas, I would like to compare the birth of Jesus and the second coming of Jesus. 7 കമ്പാരിസൺ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. I would like to bring to your attention 7 comparisons. അതിൽ ആദ്യത്തെ 5 കമ്പാരിസൺ ഒരു ഫിസിക്കൽ കമ്പാരിസൺ ആയിരിക്കുമ്പോൾ അവസാനത്തെ 2 കമ്പാരിസൺ സ്പിരിച്വൽ കമ്പാരിസൺ ആയി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. The first 5 comparisons are going to be physical comparisons, and the last 2 is going to be spiritual നാളുകളായി നിങ്ങൾ comparisons. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. I know that we have been celebrating the day of Christmas. എന്നാൽ ഈ സെലിബ്രേഷനിൽ, ഈ ക്രിസ്മസ് സെലിബ്രേഷനിൽ ഒരു പ്രത്യേകത കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആഡ് ചെയ്യുകയാണ്. കർത്താവിന്റെ രണ്ടാം വരവും കൂടെ നിങ്ങളോട് പ്രസ്താവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. But as we celebrate Christmas this year, I would like to bring to your attention the hope that we have about the second coming of Jesus Christ. നമ്പർ 1, ഒന്നാമത്തെ താരതമ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. The first comparison. കർത്താവിന്റെ ആദ്യ വരവിൽ, ഫസ്റ്റ് ക്രിസ്മസിൽ കർത്താവിന്റെ വരവ് വളരെ സ്ലോ ആയിട്ടായിരുന്നു. And the first time that he came to the world, that is the first Christmas, I would say that his arrival was in a slow pace. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മെ പോലെ തന്നെ ഒരു ജനനമെടുത്ത് ഈ ഭൂമിയിൽ വരുവാനായിട്ടിടയായി. So the first time he came to the world, he came just like you and I, and he came through a birth. 9 മാസം കാത്തിരുന്ന് വരുന്ന ഒരു കുഞ്ഞിനെ പോലെ. And it was just like how we wait for a baby for 9 months. That is the same way how Jesus came to this സാധാരണഗതിയിൽ world. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഒരു ഇൻസ്റ്റന്റ് ഡെലിവറി ആയിട്ടല്ല. It was not an instant delivery. വളരെ സാവധാനത്തിൽ, അല്ലെങ്കിൽ പറഞ്ഞ ഒരു ഓവർനൈറ്റ് പ്രോസസ് ആയിട്ട് സംഭവിച്ചതല്ല, വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ജനനമായിരുന്നു. So it was not an overnight process, but it was a slow process. യോസഫിനും മറിയയ്ക്കും കൂടെ വളരെ നിശ്ചയമുണ്ടായിരുന്നു 9 മാസം എടുക്കും ഈ കുഞ്ഞ് ജനിപ്പാൻ എന്നുള്ളതിന്. We know that Joseph and Mary were certain that it will take 9 months for the baby to arrive. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം ഒരു കന്യകാ ജനനമാണെന്ന് പറയുമ്പോൾ തന്നെ യേശു 9 മാസം എടുത്തു ഈ ഭൂമിയിൽ ജനിപ്പാനായി. And when we study the book of Luke, we see that even if we say that it was a virgin birth that Jesus had, it still took 9 months for Jesus to arrive into this world. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. But I would like to turn your attention here. യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് അത് സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, അത് വളരെ പെട്ടെന്ന്
പെട്ടെന്ന് ക്വിക്കായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു വരവാണ്. But let me remind you that the second coming of Jesus is not going to be slow, but it is going to be a spontaneous process. വളരെ ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു And it സംഭവമാണ്. is going to happen in a fast pace. 1 Corinthians chapter 15 അധ്യായം 52 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. And 1 Corinthians chapter 15 verses 52, it says, in a moment, in the twinkling of an eye, at the last trumpet, for the trumpet will sound and the dead in Christ will rise. എങ്ങനെ ഒരു കണ്ണിമയ്ക്കുന്ന നേരം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And this time of twinkling of an eye, we know it because we do it every second. ഇവിടെ വന്നിരുന്നതിന് ശേഷം എത്രയോ പ്രാവശ്യം നമ്മൾ അത് And ചെയ്തുകൊണ്ടിരിക്കുകയാണ്. we have been doing that even when we are here now. എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അത് We ചെയ്തുകൊണ്ടിരിക്കുകയാണ്. do that, it happens as a voluntary action. നമ്മൾ ആരും ഒരു പരിശ്രമിച്ച് വരുത്തുന്ന ഒരു കണ്ണിമയല്ലത്. And we do not put any effort to do that. അതിങ്ങനെ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. And it is very involuntary that we blink our eye. എന്നാൽ അതിൽ ഒരു കണ്ണിമയ്ക്ക് എത്ര സമയം വരുന്നുവോ ആ സമയത്തിനുള്ളിൽ നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് ആമേൻ കർത്താവിനോട് കൂടെ ചേരുവാനിടയാകും. And just the time that it takes to twinkle an eye, the same time will take for us to transform to the Lord Jesus Christ. ഇതുപോലെ വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്ന് And in പറയുന്നത്. the same spontaneous manner, this is going to happen, that the Lord Jesus Christ will come ഇത് at the second സംഭവിക്കും time. എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം And I ചെയ്യുകയാണ്. thank the Lord for the believers who believe that it will happen soon. ഇതിന്റെ മറ്റൊരു പ്രത്യേകത കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. There is one more importance that I would like to remind you. ഇത് പെട്ടെന്ന് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ When I say that it is going to happen in a fast pace, വചനം പറയുന്നു നനയ്ക്കാത്ത സമയത്ത് ഇത് സംഭവിക്കുമെന്ന്. the word of the Lord says that it will happen at a time that we do not know. 1 Thessalonians chapter 5 verse 2 ൽ ഇങ്ങനെ പറയുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു. 1 Thessalonians chapter 5 verses 2 says, for you yourself know perfectly that the day of the Lord so comes as a thief in the night. ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായം 39-40 വാക്യങ്ങൾ പറയുന്നു, കള്ളൻ ഇന്ന നാഴികയിൽ വരുന്നു എന്ന് വീട്ടുടവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുറപ്പാൻ സമ്മതിക്കയില്ല എന്നറിവിൻ, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതിനാൽ ഒരുങ്ങിയിരിപ്പീൻ. And Luke chapter 12 verses 39 it says that and know this, that if the master of the house had known what the hour of thief would come, he would have watched and not allowed his house to be broken into. ഓർക്കുക, ഒന്ന് ഇത് വളരെ പെട്ടെന്നായിരിക്കും. First thing we have to remember that it will happen in a fast pace. അപ്പോൾ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയി നിനക്കാത്ത നാഴികയിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. And the next is that it will happen at an unexpected hour. രണ്ടാമത്തെ കമ്പാരിസൺ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. Let me remind you the second comparison. ഒന്ന് ഞാൻ പറഞ്ഞു, യേശു കർത്താവിന്റെ ജനനം വളരെ സൈലന്റ് ആയിട്ട് സ്ലോ ആയിട്ടായിരുന്നു. First, I reminded you that the birth of Jesus Christ was in a very silent and a slow pace. രണ്ടാമത് യേശുക്രിസ്തുവിന്റെ ജനനം വളരെ ശാന്തമായ ഒരു ജനനമായിരുന്നു. And second is that it was a very silent birth that the Lord വളരെ had. ക്വയറ്റ് ആയിട്ടുള്ള ഒരു ജനനമായിരുന്നു യേശു കർത്താവിന്റെ ജനനം. It was a quiet birth. യേശു കർത്താവ് ലോകരക്ഷിതാവായിട്ടാണ് ജനിച്ചതെങ്കിലും നാം വിചാരിക്കുന്നത് പോലെ ആമേൻ വേഗത്തിൽ പെട്ടെന്ന് ആമേൻ വളരെ ക്വിക്ക് ആയിട്ടുള്ള ആമേൻ ഭയങ്കര ഗംഭീരമായ ശബ്ദത്തോടെ ഉള്ള വരവല്ലായിരുന്നു. And even though we know that Jesus Christ was the savior of the world and is the savior of the world, he did not have a very spontaneous birth. നമ്മളെല്ലാവരും പാടുന്നത് പോലെ സൈലന്റ് നൈറ്റ് എന്ന് പറയുന്ന അതേ അനുഭവത്തിൽ ആയിരുന്നു യേശു കർത്താവിന്റെ ജനനം എന്ന് പറയുന്നത്. And just as we sing the song Silent Night, the same way was the birth of Jesus Christ. ഒരു വളരെ ശാന്തമായ ഒരു ചെറിയ ഗ്രാമമായ ബെത്ലഹേമിൽ യേശു ജനിപ്പാനായിട്ടിടയായി. And Jesus was born in Bethlehem. ആമേൻ വളരെ ശാന്തമായ വളരെ ആമേൻ ക്വയറ്റ് ആയിട്ടുള്ള ആമേൻ ഒരു ആമേൻ ഗ്രാമത്തിൽ യേശു ജനിപ്പാനിടയായി. And he was born in a place that was very quiet. യേശു കർത്താവ് ആമേൻ ജനിച്ചപ്പോൾ ആ
ഗ്രാമത്തിൽ ഏകദേശം 300 കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And when the Lord Jesus Christ was born, there were only about 300 families in that place. അത്രമാത്രം ശാന്തമായ ഒരു ഗ്രാമം. And it was such a silent place. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആട്ടിടയന്മാരോട് ആമേൻ ദൂതൻ വന്ന് 3 ക്ലൂസ് മാത്രമാ കൊടുക്കുന്നേ. And in Luke chapter 2 we see that the angel gives only 3 clues to the people there. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നൊരു ക്ലൂ. And the first clue is that Jesus Christ was born in the land of Bethlehem. 2, ശീലകളിൽ ചുറ്റിക്കിടക്കുന്ന ഒരു കുഞ്ഞ്. And the second was that he was covered. 3, പശുത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞ്. And the next is that he was found in a manger. ഇങ്ങനെ മാത്രം ഒരു 3 ക്ലൂസ് ആണ് ആമേൻ ഈ വിദ്വാൻമാർക്ക് കൊടുപ്പാനിടയായത്. And these were the only 3 clues that they received. ആമേൻ. എന്നാൽ ഈ 300 കുടുംബത്തിൽ ഈ ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ ഒരു GPS-ന്റെ ആവശ്യം വേണ്ട. And in order to find a baby among these 300 families, they did not need a പക്ഷേ GPS. ദൂതൻ ഒരു അഷ്വറൻസ് കൊടുക്കുകയാണ്, നിങ്ങൾ പോയി ബേത്ലഹേമിൽ ഈ കുഞ്ഞിനെ കാണും. But there is an assurance that the angel gives to these people that you will go and see this baby in the land of Bethlehem. അങ്ങനെ ഒരു കുഞ്ഞിനെ അവർക്ക് കണ്ടെത്താൻ അധികം സമയം വേണ്ടി വന്നില്ല. They did not need so much time to find this baby. പക്ഷേ ആ ഗ്രാമത്തിൽ അവനെ കണ്ടപ്പോൾ അവർ അവനെ നമസ്കരിച്ചിട്ട് മടങ്ങി And പോകുവാനിടയായി. when they saw him in that land, they worshipped him and they left the place. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ജനനമായിരുന്നുവെന്ന്. And as I reminded you, this birth was a very silent birth. എന്നാൽ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ച് പറയട്ടെ. But now let me remind you about the second coming of Jesus. നാം ഈ കേട്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സംഭവിക്കാൻ And പോകുന്നത്. it is going to be just opposite of what we heard until now. വചനം പറയുന്നു മുഴു ലോകവും അത് കേൾക്കുമെന്ന്. The word of the Lord says that the whole world will hear it. അത് വലിയൊരു ആഘോഷമായി സംഭവിക്കാനായി പോവുകയാണ്. And it will be like a festival. അത് വലിയൊരു ശബ്ദത്തോടെ സംഭവിക്കാൻ And പോവുകയാണ്. that will happen with a great shout. 1 തെസ്സലോനിയൻസ് 4:16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. And 1 Thessalonians chapter 4 verses 16, it says that for the Lord himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God. ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു വരവല്ല. And this is not going to be a silent arrival. സകല മനുഷ്യർ കേൾക്കത്തക്ക രീതിയിൽ ശബ്ദത്തോടെ യേശു വരാൻ സമയമായി എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ. And I would like to remind you that the Lord Jesus is going to come and the whole mankind will come to know about it. 3-ാമത്തെ താരതമ്യ പഠനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരും. Let me remind you about the third comparison. യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ പറഞ്ഞു, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു എന്ന്. And when he was born, the people said that they were able to see his star. മാത്യു ചാപ്റ്റർ 2 വേഴ്സ് 2-ൽ നമുക്കത് കാണുവാനായി കഴിയുന്നുണ്ട്. And in Matthew chapter 2 we see that verse. അവനെ നമസ്കരിക്കാൻ അവർ വന്നിരിക്കുകയാണ്. And they saw the star in the east and they came to worship him. അവർക്ക് മനസ്സിലായി ഇതൊരു കോമൺ സ്റ്റാർ അല്ല എന്ന്. And they were able to understand that it was not a common star. എന്നാൽ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. They knew that there was a peculiarity for this star. അവർ ഒരു നക്ഷത്രം കണ്ടാണ് ആ യേശുവിന്റെ അടുത്തേക്ക് അവർ എത്തിച്ചേരുവാനിടയായി. And they just saw this one star, they followed it and reached Jesus. ആ നക്ഷത്രം അവരെ യേശു കർത്താവ് ജനിച്ച സ്ഥലത്ത് അവരെ കൊണ്ടെത്തിക്കുന്നത് വരെയും അവരോട് കൂടെ ഉണ്ടായിരുന്നു. And this star was there to direct them to see Jesus in the place that he was born. അവർ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ അവനെ കണ്ടു, അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അവനെ ആരാധിച്ചിട്ട് അവർ പോയി എന്ന് കാണുവാനായി And കഴിയും. when they reached there, they saw the Lord Jesus Christ and they were able to worship him and then they left the place. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ ദൈവമക്കളെ. I would like to turn your attention to എന്നാൽ God. യേശുക്രിസ്തുവിന്റെ 2-ാം വരവിൽ അങ്ങനെ ഒരു സംഭവമല്ല നടക്കാൻ പോകുന്നത്. But in the second coming of Jesus, such an incident will not occur. ഒരു നക്ഷത്രം കൊണ്ട് ഒതുങ്ങുന്നതല്ല. It will not be confined to a star. യേശുക്രിസ്തുവിന്റെ വരവ് മേഘങ്ങളിൽ വെളിപ്പെടുന്നു എന്നാണ് വായിപ്പാനായി നമുക്ക് കഴിയുന്നത്. And the word of the Lord says that we will be able to see the arrival of the Lord Jesus Christ in the clouds. മേഘങ്ങളെ വാഹനമാക്കി യേശു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. And the Lord Jesus is
going to arrive and he will make the clouds his vehicle. ലോകം മുഴുവൻ അവനെ കാണത്തക്ക രീതിയിൽ, And the whole mankind will be able to see him. സകല മനുഷ്യർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ And everyone will be able to understand that it is him. യേശു തന്നെ പറഞ്ഞൊരു സംഭവമുണ്ട്. There is one incident that the Lord himself has stated. രണ്ടുപേർ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. When two people are working in the fields. രണ്ടുപേർ കിടന്നുറങ്ങുന്നുവെന്ന് പറയുന്നു. When two people are going to sleep. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്? Why did he speak in such a manner? ഒരു കൂട്ടർ വയലിൽ ജോലി ചെയ്യുമ്പോൾ ഭൂമിയുടെ മറുവശത്ത് അവർ കിടന്നുറങ്ങുകയാ. And as a group of people they work in the field, and the other side of the world there are people who are sleeping. ലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാ. And the world itself is rotating. ഈ ലോകത്തിന്റെ ഒരു വശത്ത് രണ്ടുപേർ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് രണ്ടുപേർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാ. And when two people are working in one zone, we can see in the other part of the world there are people sleeping. വചനം പറയുന്നു ഇവർ ഒരുപോലെ യേശു കർത്താവിന്റെ വരവ് കാണുമെന്ന്. But the word of the Lord says that all of them will be able to see the second coming of the Lord മത്തായി Jesus. സുവിശേഷം 24:27 ഇങ്ങനെ വായിക്കുന്നു. Matthew chapter 24 verses 27 says, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും, എല്ലാവരും ഒരുപോലെ വെളിച്ചത്തിൽ അത് കാണും എന്ന് എഴുതിയിരിക്കുന്നു. For as the lightning comes from the east and flashes to the west, so also will the coming of the coming of the Son of Man be. ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, To the children of God who are present here. ഈ ക്രിസ്മസ് രാത്രിയിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. And in this night of Christmas, let me remind you one thing. ഞാനും നിങ്ങളും യേശുവിനെ കാണാൻ സമയമായി. It is time for you and I to see the Lord Jesus. ഇനി താമസിക്കത്തില്ല. It will not tarry. യേശു വരാൻ സമയമായി, അവനെ നേരിൽ കാണാൻ സമയമായി. It is time for the Lord Jesus to come back, and it is time for us to see him in person. സമയചുരുക്കത്തെ ഞാൻ വേഗത്തിൽ പോകട്ടെ. And due to the time constrictions, I would like to confine നാലാമത്തെ താരതമ്യ പഠനം. the fourth comparison. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ വളരെ കുറച്ചു പേർ മാത്രമേ അവനെ കണ്ടുള്ളൂ. And when the birth of Jesus Christ occurred, only a few people were able to see this. അവനെ കൈക്കൊണ്ടെന്നും വളരെ കുറച്ച് ആളുകൾ മാത്രമേ Only ഉള്ളൂ. few people received him. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൂടുതൽ ആളുകളും യേശുവിനെ തിരസ്കരിച്ചു, റിജക്റ്റഡ്. And in other words, we would say that majority of the people rejected him. യോഹന്നാന്റെ സുവിശേഷം 1:11 ഇങ്ങനെ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. And John chapter 1 verses 11 it says that he came to his own, but his own did not receive him. യേശുവിന്റെ ജനനത്തിങ്കൽ ആട്ടിടയന്മാരും വിദ്വാൻമാരും അവനെ കൈക്കൊണ്ടു, അവനെ നമസ്കരിച്ചു. ആമേൻ. ഹെരോദും മറ്റ് പലരും അവനെ തിരസ്കരിച്ചു. And when the birth of Jesus Christ occurred, the shepherds and were there to accept him, but King Herod did not accept him. അവനോടൊപ്പം പലരും അവനെ തിരസ്കരിച്ചു. And along with him there were so many other people who rejected him. അവനെ ക്രൂശിച്ചു. And they crucified him. എന്നാൽ കർത്താവിന്റെ രണ്ടാം വരവിൽ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. But let me remind you about one incident that will happen in the second coming of the Lord Jesus. കുറച്ചു പേർ മാത്രമല്ല അവൻ കാണാൻ പോകുന്നത്. It's not just a few people who will see it. എല്ലാവരും അവനെ ബഹുമാനിക്കും, എല്ലാവരും അവനെ ആദരിക്കാൻ പോവുകയാണ്. And everyone is going to respect him and show reverence to him. റോമാലേഖനം 14:12 ഇങ്ങനെ വായിക്കുന്നു. And in Romans chapter 14 verses 12 we see എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിപ്പാനിടയാകും. and every knee shall bow before him and every tongue will confess. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗം നിർത്തട്ടെ. I would like to confine this by എല്ലാ telling this. എത്തിയസ്റ്റും അവന്റെ മുമ്പിൽ വണങ്ങുവാനിടയാകും. And all the atheists also will bow down before our Lord എല്ലാ Jesus. സെലിബ്രിറ്റീസും എല്ലാ പൊളിറ്റീഷ്യൻസും യേശുവിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുവാൻ പോവുകയാണ്. And all celebrities and all leaders will also bow down before our Lord Jesus. എല്ലാ അത്ലറ്റിക്സും ആർട്ടിസ്റ്റും എവരി മ്യൂസിഷ്യൻസും അവന്റെ മുമ്പിൽ ആമേൻ മുഴങ്കാൽ മടക്കാൻ പോവുകയാണ്. And artists and athletes and musicians will also bow down before him. എല്ലാ ബിസിനസ്സുകാരും ആമേൻ വിളിച്ചു പറയാൻ പോവുകയാണ്, യേശു കർത്താവ് എന്ന് വിളിക്കാൻ പോകുന്ന ദിനം വരികയാണ്. And there is going to be a time when everyone is going to proclaim that the Lord Jesus, he is the Lord. എല്ലാ പാട്ടുകാരും അവനെ കുറിച്ച് പാടാൻ പോവുകയാണ്. And all the singers are going to sing about him. എല്ലാ പ്രസംഗകരും അവനെ കുറിച്ച് പ്രസംഗിക്കാൻ And പോവുകയാണ്. all the preachers are going to preach about him. ആരൊക്കെ അവനെ എതിർത്തോ, ആരൊക്കെ തിരസ്കരിച്ചോ, അവർ ഒരുമിച്ച് പറയും യേശു കർത്താവ് എന്ന് പറയാൻ പോവുകയാണ്. And everyone who rejected him will come together and say that he is the Lord Jesus. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ.
അവൻ കർത്താവാ. He is the Lord. അവൻ മാത്രം കർത്താവാ. He is the only Lord. കർത്താവ് വരാൻ സമയമായി And the Lord is going to come back, children of God. ചുരുക്കി പറയട്ടെ, അഞ്ചാമത്തെ താരതമ്യ പഠനം. And the fifth comparison. കർത്താവിന്റെ ജനനത്തിങ്കൽ അവനെ പാർക്കാൻ ജനിപ്പാൻ ഒരു സ്ഥലമില്ലായിരുന്നു. And during the birth of Jesus, he did not have a place to be born to. വിശദീകരിപ്പാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് അവനെ കാലിത്തൊഴുത്തിൽ കൊണ്ട് കിടത്തുവാനിടയായി. And that is why he was given birth in a manger. അതാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ സംഭവിച്ചതെങ്കിൽ, And if that was what happened at the birth of Jesus Christ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ഒരു അഷ്വറൻസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. there is an assurance that I would like to give with what will happen for his second coming. ജനിക്കാൻ പോലും ഇടമില്ലാതിരുന്ന യേശു കർത്താവ് ഇങ്ങനെ തന്റെ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു. And this Lord Jesus, who did not have a space to be given birth to, he says this to his disciples. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. I am going to prepare a place for you. ഇന്ന് പകൽ ദൈവസല്ലായിരിക്കുന്ന Oh, children of God who are present here today. ഒന്ന് കിടക്കാൻ പ്രസവിപ്പാൻ സ്ഥലം കണ്ടെത്താൻ കഴിയാതിരുന്ന യേശു കർത്താവ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒരു പ്രോമിസ് വിളിച്ചു പറയുകയാ, ഒരു ബ്ലെസ്സഡ് ഹോപ്പ് തരികയാ, ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ പോകുന്നു. And this Jesus is giving us a blessed hope that he is going to prepare a place for us. ഞാൻ അവിടെ ഭവനം ഒരുക്കിയിട്ട് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. And he says that I will come back after I prepare a place for you, so that you will be where I am. നമുക്ക് വേണ്ടി ഒരു റൂം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. And there is a room that is being prepared for ജനിക്കാൻ us. പോലും ഒരു ഇടമില്ലാതിരുന്ന കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടെ റൂം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ. And this Jesus who did not have a space to be given birth to, he is preparing a room for us. അഷ്വറൻസ് ആണ് എൻ്റെ കർത്താവ് നമുക്ക് നൽകി And that തന്നിരിക്കുന്നത്. is the assurance that our Lord has given us. Praise the Lord. Amen. ആദ്യത്തെ 5 ഫിസിക്കൽ കമ്പാരിസൺ ഞാൻ നിങ്ങളുമായി പറഞ്ഞല്ലോ. I have already mentioned about the 5 comparisons, the physical comparisons with you. കർത്താവിന്റെ വളരെ വളരെ പെട്ടെന്നായിരിക്കും എന്ന് പറയുന്നു. I said that it will be a spontaneous one. കർത്താവിന്റെ വരവ് വളരെ ശബ്ദത്തോടെ എല്ലാവരും കേൾക്കത്തക്കവണ്ണമായിരിക്കുമെന്ന് പറയും. And his second coming will be with a shout, and everyone, mankind will know about it. കർത്താവിന്റെ രണ്ടാം വരവ് എല്ലാവരും അവനെ കാണും, അത്രമാത്രം പ്രകാശത്തോടെ അവൻ മേഘങ്ങളിൽ വെളിപ്പെടുമെന്ന് പറയുന്നു. And the second coming of God, everyone will see him and he will appear in the clouds. എല്ലാവരും അവനെ ബഹുമാനിക്കും, അവന്റെ മുമ്പിൽ അവനെ ഹോണർ ചെയ്യും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. And the scripture teaches us that the second coming of Lord Jesus, everyone will show respect to him and honor him. 5 അവൻ നമുക്കായി സ്ഥലം ഒരുക്കിയിട്ട് നമ്മെ ചേർക്കാൻ വേഗം വരും എന്ന് And നാം the പഠിച്ചു. fifth comparison is that he is preparing a place for us and he will come back to take us to that place. ഇനിയുള്ള 2 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ നിർത്തുകയാണ്. There are 2 more things that I would like to say before I conclude. സ്പിരിച്വൽ ഡിഫറൻസസ് അല്ലെങ്കിൽ കമ്പാരിസൺ ആണ് ഞങ്ങളുമായി പങ്കിടുന്നത്. So now it's going to be the 2 spiritual differences. ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന്റെ ഉദ്ദേശം ഈ ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. So the purpose of Jesus to come to this world the first time was to save the world. ക്രിസ്തുമസ് എന്ന് പറയുന്നതിന്റെ പരമപ്രധാനമായ ആശയം അത് തന്നെയാണ്. And that is the main theme of Christmas. ക്രിസ്തു ലോകത്തെ രക്ഷിപ്പാൻ വന്നു. The Lord came, the Lord Jesus came to this world to save the world. വചനം പറയും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു വന്നു. And he came for the propitiation of our sins. ലോകത്തിന് നിത്യ ജീവൻ നൽകാൻ യേശു വന്നു. And the Lord Jesus came to give us eternal life. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്ക് വളരെ കാണാപ്പാഠം അറിയാവുന്ന വാക്യമാണ്. We all know John chapter 3 verses 16 and 17. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that he gave his only begotten son, that whoever believes in him shall not perish but will have eternal life. ഇന്നത്തെ ക്രിസ്മസ് വിളിച്ചു പറയുന്നു ഒരു സേവിയർ എനിക്കും നിങ്ങൾക്കായും ജനിച്ചു എന്ന്. And today's Christmas reminds us that there is a savior who was born for us. സഹോദരങ്ങളെ, സ്വർഗ്ഗത്തിൽ പോകാൻ മറ്റൊരു മാർഗമില്ല. And brothers and sisters, there is no other means to reach heaven. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു മാർഗമാണ്. And this way that we have is a free one. അത് ഒറ്റ കാര്യമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. And there is only one thing that we can do for it. ഈ സേവിയറിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിക്കുക. You have to take this person as your savior. അതിലൂടെ മാത്രമേ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. And that is the only way through which you can reach heaven. റിജക്റ്റ് ചെയ്യരുത്.
You should not reject him. യേശുവിൽ വിശ്വസിക്കുക, You have to believe in the Lord എന്നാൽ നീ Jesus. രക്ഷ പ്രാപിക്കും. And then you will be saved. എന്നാൽ ഈ ഫ്രീ ആയിട്ടുള്ള സാൽവേഷൻ റിജക്റ്റ് ചെയ്താൽ ഒരു ബാഡ് ന്യൂസ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോവുകയാണ്. And if you reject this free salvation that is in front of you, there is a bad news that I want to remind you. ഫസ്റ്റ് ടൈം യേശു വന്നത് സേവിയർ ആയിട്ടാണെങ്കിൽ, If for the first time the Lord came as a savior, നെക്സ്റ്റ് ടൈം സെക്കൻഡ് കമ്മിങ് വരുന്നത് സേവിയർ ആയിട്ടല്ല, ജഡ്ജ് ആയിട്ടാണ്. and the second time he's going to come as a judge. ഫസ്റ്റ് കമ്മിങ് സേവിയർ ഓഫ് ദ വേൾഡ് എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ, And if it is written that his first coming was as the savior of the world, അടുത്ത വരവ് ജഡ്ജ് ദ വേൾഡ് എന്നാണ്. and for the second time he is going to come and he is going to judge the world. ഇതൊരു നല്ല ചാൻസ് ആണ് ദൈവമക്കളെ. This is a good chance that we have, brothers and sisters. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രസ്റ്റ് ചെയ്യാം, അതിനുള്ള അവസരമുണ്ട്. ഇല്ലെങ്കിൽ ഡിനൈ ചെയ്യാൻ ഉള്ള അവസരമുണ്ട്. You have the opportunity either to trust this or reject this faith. ഈ കർത്താവിനെ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുവാൻ ഉള്ള ചോയ്സ് നിങ്ങൾക്കുണ്ട്. You have the choice either to accept or reject this Lord Jesus. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 31-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. Acts chapter 17 verses 31 says, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ അവൻ ഒരു ദിവസത്തെ നിയമിച്ചു. because he has appointed a day on which he will judge the world in righteousness by the man whom he has ordained. അവന്റെ മരണത്തിൽ മരിച്ചവരിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് അത് ഒരു ഉറപ്പായി നൽകിയിരിക്കുന്നു. And he has given assurance of this to all by rising him from the dead. ഇങ്ങനെ ഞാൻ പറഞ്ഞ ഭാഗം നിർത്താം. I would like to confine this by stating so. ന്യായവിധിക്കായി ദൈവം ഒരു ദിവസത്തെ നിയമിച്ചിരിക്കുന്നു. There is a day of judgment that the Lord has ordained. ന്യായവിധിക്കായി ദൈവം ഒരു ന്യായാധിപതിയെ നിയമിച്ചിരിക്കുന്നു. And in order to judge, there is a judge, a person who is ordained to judge us. ന്യായവിധിക്കായി അതിന്റെ ഉറപ്പിനായി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു. And for the assurance of this judgment, he raised the one who was dead. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ന്യായവിധി നമ്മുടെ മുമ്പിൽ വരാൻ സമയമായി. And even if you believe it or not, this judgment will come to us. അതിനു മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. But before that, we have to receive Jesus as our personal savior. ഒന്നുകൂടെ പറയട്ടെ, അതിനുള്ള ചോയ്സ് നിങ്ങൾക്കുണ്ട്. In other words, I want to remind you that you have the choice to do so. നീ അവൽ ട്രസ്റ്റ് ചെയ്യാം, ഡിനൈ ചെയ്യാം. You can either trust or deny. അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. You can either accept or reject. പക്ഷെ ന്യായവിധി നമ്മുടെ മുമ്പിലുണ്ട്. But the day of judgment is in front of us. രണ്ടാമത്തെ സ്പിരിച്വൽ കമ്പാരിസൺ ഞാൻ പറയട്ടെ. Let me remind you the second spiritual comparison. യേശു ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന്. The Lord came to this world and he was born for us for the redemption of our sin. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു മരിപ്പാനിടയായി. And for the redemption of our sin, he died on the cross. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ഉയർത്തെഴുന്നേൽപ്പാനിടയായി. And for the redemption of our sin, he rose up. യേശുവിന് വേണമെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാമായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്യാമായിരുന്നു, തൻ്റെതായി എല്ലാം തനിക്ക് നിവർത്തിക്കാമായിരുന്നു. He could have been like a superstar and have done many wonders and miracles. പക്ഷേ യേശു വന്നത് അതിനായിട്ടല്ല, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി. But the Lord did not come for that. He came for the redemption of our sins. എഫേസ്യ ലേഖനം 1-5 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Ephesians chapter 1 verses 5 says, having predestined us to adoption as sons by Lord Jesus to himself. എന്തിനെ തിരഞ്ഞെടുത്തു? Why did he choose us? വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ. And for us to be the perfect and sin-free people. എത്ര പേർ അത് വിശ്വസിക്കുന്നു? How many of you believe that? നമ്മുടെ കർത്താവ് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജനിപ്പാനിടയാണ്. And the Lord Jesus was born for the redemption of our sin. എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. But there is one more thing that I would like to remind you. കർത്താവ് വരാൻ സമയമായി. The Lord Jesus is going to come back soon. എന്തിനാ വരുന്നതെന്നറിയാമോ? Do you know why he's going to come back? പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയല്ല.
He is not going to come back for the redemption of our sin. നമ്മുടെ പാപത്തിൽ നമ്മെ വിടുവിപ്പാൻ ഇനിയും കാൽവരി ക്രൂശിലേക്ക് കയറാനല്ല. He is not going to go back to his cross so that he can redeem us from our sins. ഇനി തിരഞ്ഞെടുക്കാനല്ല. He is not going to come to elect. ദത്തെടുക്കാൻ, അഡോപ്റ്റ് ചെയ്യുവാനല്ല. He is not going to come to adopt. പിന്നെ എന്തിനാ വരുന്നത്? But why is he coming again? തന്റെ മക്കളെ ചേർപ്പാൻ, To take his children, അവന്റെ കുടുംബത്തിലേക്ക് to കൊണ്ടുപോകുവാൻ, receive his children to his family, തന്റെ മക്കളെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശു വരാൻ to സമയമാണ്. receive his children to his house. The Lord Jesus is going to come back the second time. ലോകത്തിന്റെ എല്ലാ ഇടത്തു നിന്നും തന്റെ വിശുദ്ധരെ, തന്റെ മക്കളെ ചേർപ്പാൻ യേശു വീണ്ടും വരാൻ പോകുന്നു. And the Lord Jesus is going to come back again the second time to take his children from every part of the world. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സ്വർഗത്തിലേക്ക് തന്റെ മക്കളെ കൂട്ടിക്കൊണ്ടു പോകാൻ യേശു വരാൻ സമയമാണ്. And the Lord Jesus is going to come back the second time, and then he is going to take his children from every part of the world to heaven. അതുകൊണ്ട് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയമാണ്. So let me remind you that this time of Christmas is a very valuable time for us. ഈ സമയം നമ്മൾ വെറുതെ കളയരുത്. We should not waste this time. വളരെ പ്രാധാന്യത്തോടെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആ യേശുവിൻ്റെ അടുത്തേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. And with great importance, I am inviting you to that Lord Jesus. ആ കർത്താവിനെ നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി അതിനുള്ള ദിവസമാണ്. അതിനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. And I invite you to receive him as your Lord and Savior Jesus if you have not done that. കർത്താവ് വരാൻ സമയമായി ദൈവമേ. It is time for the Lord Jesus to come back. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഒരുങ്ങിക്കൊള്ളുവാൻ വചനം നമ്മെ പഠിപ്പിക്കുന്നു. And that is why the scripture asks us to be ready in a very fast pace. ഇനി നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല. Because we do not have more time. കർത്താവ് വന്നു കഴിയുമ്പോൾ ഇതെന്റെ കർത്താവാണ്, ഞാൻ അങ്ങയുടെ പക്ഷമാണ് എന്ന് പറയാൻ ഒരു സമയം നമുക്ക് അവിടെ ഇല്ല. We do not have the time when he comes back that you can say that I am with you, Lord. യേശുവേ നീ വന്നല്ലോ, അതുകൊണ്ട് ഞാൻ അത് വിട്ടിട്ട് ഇനി നിന്നോട് ചേരാം എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരമില്ല. You cannot say that now I will come and be with you because you are here with me. വരുന്നത് തന്റെ മക്കളെ ചേർക്കാൻ. He is coming to receive his children. അതിനായി എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? How many of you are ready for it? ഇതുവരെ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ If you are not ready for it ഈ yet, രാത്രി നിങ്ങളുടെ രാത്രിയാണ്. this night is for you. അതിനായി ഞാൻ നിങ്ങളെ ആഹ്വാനം And ചെയ്തുകൊണ്ട് I invite you for it. എന്റെ വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.